Hello dear students, welcome back to Comics Tutorial. Profit and Gain of Business or Profession എന്ന ഹെഡിന്റെ 14ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മുമ്പുള്ള വീഡിയോസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ 40A, സബ്സെക്ഷൻ 2, സബ്സെക്ഷൻ 3, സബ്സെക്ഷൻ 7 ആൻഡ് സബ്സെക്ഷൻ 9. അപ്പോൾ ഈ 4 സെക്ഷനുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ 40A, സബ്സെക്ഷൻ 2, പേയ്മെന്റ് മെയ്ഡ് ടു റിലേറ്റീവ് ഇൻ എക്സസ് ഓഫ് റിക്വയർമെന്റ്. അപ്പോൾ എന്താണ് ഈ സെക്ഷൻ പറയുന്നത് നോക്കാം. Any payment made by an assessee to a related person shall be disallowed to the extent in its excess or unreasonable as per the assessing officer. എക്സസ് ഓർ അൺറീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് റിലേറ്റഡ് പേഴ്സണിന് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് ഡിസലൗഡ് ആണ്. ഓക്കെ, എന്താണ് റിലേറ്റഡ് പേഴ്സൺ, ആരാണ് റിലേറ്റഡ് പേഴ്സൺ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ എക്സസ് ഓർ അൺറീസണബിൾ എന്നുള്ളതും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മിസ്റ്റർ എ റിലേറ്റീവിൽ നിന്നും കുറച്ച് റോ മെറ്റീരിയൽസ് വാങ്ങി. ആ റോ മെറ്റീരിയൽസിന്റെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത്, ഫെയർ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് ഒരു 1000 ആണെന്ന് വിചാരിക്കാം. പക്ഷേ മിസ്റ്റർ എ റിലേറ്റീവിന് പേ ചെയ്തത് 1500 ആണ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ 1000ഉം പേയ്മെന്റ് നടത്തിയത് എത്രയാണ്? 1500 ആണ്. ഇപ്പൊ ഇവിടെ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് എത്ര പേ ചെയ്തു? 500 രൂപ പേ ചെയ്തു. അപ്പോൾ ഈ 500 എന്നുള്ളത് ഡിസലൗഡ് ആകും. അപ്പോൾ ആ 1500ൽ 1000 അലൗഡും എക്സസ് ആയിട്ട് പേ ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിട്ടുള്ള 500 ഡിസലൗഡും ആകും. ഓക്കെ, അപ്പോൾ ഒരു പേയ്മെന്റ് റിലേറ്റീവിനാണ് ചെയ്യുന്നതെങ്കിൽ ആ പേയ്മെന്റ് ചെയ്യുന്നത് റീസണബിൾ ആയിരിക്കണം. അപ്പോൾ അൺറീസണബിൾ ആയിട്ട് പേയ്മെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് എമൗണ്ട് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സസ് എമൗണ്ട് എത്രയാണോ അത് ഡിസലൗഡ് ആകും. ഓക്കെ, ഫുള്ളായിട്ടും ഡിസലൗഡ് ആകില്ല. എത്രയാണോ എക്സസ് ആയിട്ട് പോയിട്ടുള്ളത് ആ എമൗണ്ട് ആണ് ഡിസലൗഡ് ആകുക. ഇനി ആരാണ് റിലേറ്റഡ് പേഴ്സൺ എന്നുള്ളത് നോക്കാം. ലിസ്റ്റ് ഓഫ് റിലേറ്റഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഡിഫറെന്റ് അസസി. അപ്പോൾ ഡിഫറെന്റ് അസസിയുടെ കേസിൽ ആരൊക്കെയാണ് റിലേറ്റഡ് പേഴ്സൺ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ റിലേറ്റഡ് പേഴ്സൺ എന്നുള്ളത് ആരൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആരൊക്കെയാണ് റിലേറ്റഡ് പേഴ്സൺ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് പറയുന്നത് ആൻ ഇൻഡിവിജ്വൽ അസസി ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റീവ് എന്താണ്? റിലേറ്റഡ് പേഴ്സൺ ആണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസ്, ഒരു വ്യക്തിയുടെ സ്പൗസ്, ബ്രദർ, സിസ്റ്റർ, ഇനി അച്ഛനോ മുത്തച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ ഒക്കെ ഉണ്ടെങ്കിലും അതും, മക്കളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരും എന്താണ്? റിലേറ്റീവ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞത് എ പേഴ്സൺ ഇൻ ഹൂസ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ദി ഇൻഡിവിജ്വൽ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻഡിവിജ്വലിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സണും എന്താണ്? റിലേറ്റഡ് പേഴ്സൺ ആണ്. അപ്പോൾ എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്? കമ്പനിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇൻ കേസ് ഓഫ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയിൽ 20% കുറയാതെ വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ്. ഓക്കെ, ഇനി അതർ ദാൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫേമോ HUF AOP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിൻ്റെ ബിസിനസ്സിൻ്റെ 20% കുറയാതെ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? ഒരു വ്യക്തിക്കുള്ളതാണെങ്കിൽ ആ വ്യക്തി എന്തായി? സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായി. ഓക്കെ, അപ്പോൾ എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് മനസ്സിലായി. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഏതെങ്കിലും പേഴ്സൺ മീൻസ് കമ്പനിയിലോ ഫേമിലോ HUF ഒക്കെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ എന്തായി? റിലേറ്റഡ് പേഴ്സൺ ആയി മാറി. ക്ലിയർ? നെക്സ്റ്റ് വൺ, കമ്പനിയുടെ കേസ് നോക്കാം. നെക്സ്റ്റ് അസസി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടർ ഓഫ് ദി കമ്പനിയുടെ ഡയറക്ടർ എന്താണ്? റിലേറ്റഡ് പേഴ്സൺ ആണ്. അതേപോലെ ഡയറക്ടറിന്റെ റിലേറ്റീവും റിലേറ്റഡ് പേഴ്സൺ ആണ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് പറഞ്ഞത് എ പേഴ്സൺ ഇൻ ഹൂസ് ബിസിനസ് ഓർ പ്രൊഫഷൻ ദ കമ്പനി ഓർ എനി ഓഫ് ഇറ്റ്സ് ഡയറക്ടർ ഓർ റിലേറ്റീവ് ഓഫ് സച്ച് ഡയറക്ടർ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. പേഴ്സൺ ആരും ആവാം, കമ്പനിയോ HUF AOP പിന്നെ അതേപോലെ ഫേമൊക്കെ ആവാം, കമ്പനിയൊക്കെ ആവാം, അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ കമ്പനി എടുത്തിട്ടുള്ളത്, പേഴ്സൺ എന്നുള്ള കമ്പനി എടുത്തു. അപ്പോൾ ഒരു കമ്പനിയിൽ വേറൊരു കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്തായി? ഈ പേഴ്സൺ എന്തായി? റിലേറ്റഡ് പേഴ്സൺ ആയി. ഇനി കമ്പനിയിലെ ഈ കമ്പനിയുടെ ഡയറക്ടറിന്
ഈ എ ലിമിറ്റഡ്, ഓക്കെ, കമ്പനിക്ക് ഒരു പേര് കൊടുക്കാം എന്നാലാണ്. അപ്പം ഈ കമ്പനിയിലെ ഡയറക്ടറിന് എ ലിമിറ്റഡിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എ ലിമിറ്റഡ് എന്താണ്, റിലേറ്റഡ് പേഴ്സൺ ആണ്. ഇനി ഡയറക്ടറിൻ്റെ റിലേറ്റീവിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഡയറക്ടറിൻ്റെ റിലേറ്റീവിന് ഒരു ഈ എ ലിമിറ്റഡിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഈ കമ്പനിയുടെ റിലേറ്റഡ് പേഴ്സൺ ആണ് എ ലിമിറ്റഡ്. ക്ലിയർ? അപ്പോൾ കമ്പനിക്കോ കമ്പനിയുടെ ഡയറക്ടറിനോ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ റിലേറ്റീവിനോ ഏതെങ്കിലും പേഴ്സണിൽ, ഏതെങ്കിലും ഒരു കമ്പനിയിലോ എച്ച് യു എഫിലോ ഫേമിലോ ഒക്കെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായി, ആ കമ്പനിയുടെ റിലേറ്റഡ് പേഴ്സണായി മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറക്ടറിനോ റിലേറ്റീവിനോ ഒക്കെ ഉണ്ടായാൽ പോലും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എ ലിമിറ്റഡ് എന്താണ്, റിലേറ്റഡ് പേഴ്സൺ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്, എനി അതർ കമ്പനി ക്യാരിയിങ് ഓൺ ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഇൻ വിച്ച് ദ അഫോർസെഡ് കമ്പനി ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ എ ലിമിറ്റഡിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമ്പനി ഉണ്ട്, അതാണ് ബി ലിമിറ്റഡ്. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിക്ക് ഓൾറെഡി എന്തിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എ ലിമിറ്റഡിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അസസിയാണ്, ഈ കമ്പനിയാണ് അസസി. ഓക്കെ, അപ്പോൾ ഈ കമ്പനിക്ക് എ ലിമിറ്റഡിൽ എന്തുണ്ട്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എ ലിമിറ്റഡിന് ബി ലിമിറ്റഡിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ അസോസിയെ സംബന്ധിച്ചിടത്തോളം, ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബി ലിമിറ്റഡ് എന്താണ്, റിലേറ്റഡ് പേഴ്സൺ ആണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് നോക്കാം, ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഫേമിലെ പാർട്ണറും അതേപോലെ പാർട്ണറിന്റെ റിലേറ്റീവും റിലേറ്റഡ് പേഴ്സൺ ആണ്. നെക്സ്റ്റ് പറഞ്ഞത്, എ പേഴ്സൺ ഇൻ ഹൂസ് ബിസിനസ് ഓർ പ്രൊഫഷൻ ദ ഫേം ഓർ എനി ഓഫ് ദി ഇറ്റ്സ് പാർട്ണർ ഓർ റിലേറ്റീവ് ഓഫ് സച്ച് പാർട്ണർ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ അസസി ആരാണ്, ഫേം ആണ്. അപ്പൊ ഫേമിന് ഒരു പേഴ്സൺ ആ പേഴ്സൺ ആരും ആവട്ടോ, ആ പേഴ്സണിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ ഫേമും ഈ പേഴ്സണും തമ്മിൽ എന്തായി, റിലേറ്റഡ് പേഴ്സൺ ആണ്. ഇനി ഫേമിലെ പാർട്ണറിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോഴും ഈ ഫേമും ഈ പേഴ്സണും തമ്മിൽ എന്തായി, റിലേറ്റഡ് പേഴ്സൺ ആയി. ഇനി പാർട്ണറിന്റെ റിലേറ്റീവിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോഴും ഫേമും ഈ പേഴ്സണും തമ്മിൽ റിലേറ്റഡ് പേഴ്സണായി മാറി. ഓക്കെ, അപ്പോൾ ഫേമിലെ പാർട്ണറിനോ അല്ലെങ്കിൽ ഫേമിലെ പാർട്ണറിന്റെ റിലേറ്റീവിനോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റഡ് പേഴ്സൺ ആണ്. ക്ലിയർ? നെക്സ്റ്റ് AOP, അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അപ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ AOPന്റെ കേസസിൽ AOPയിലെ മെമ്പർ റിലേറ്റഡ് പേഴ്സൺ ആണ്. അതേപോലെ മെമ്പറിന്റെ റിലേറ്റീവും റിലേറ്റഡ് പേഴ്സൺ ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, എ പേഴ്സൺ ഇൻ ഹൂസ് ബിസിനസ് ഓർ പ്രൊഫഷൻ ദ AOP ഓർ എനി ഓഫ് ദി ഇറ്റ്സ് മെമ്പർ ഓർ റിലേറ്റീവ് സച്ച് മെമ്പർ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ എന്തായി മാറും, ഫേമിന് പകരം AOP ആയി മാറും. ഓക്കെ, നമ്മൾ അസസി ആരാണ്, AOP ആണ്. AOPക്ക് ഒരു പേഴ്സണിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ AOPയെ സംബന്ധിച്ചിടത്തോളം പേഴ്സൺ എന്തായി, റിലേറ്റഡ് പേഴ്സൺ ആയി. ഇനി AOPയിലെ മെമ്പറിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അപ്പോഴും AOPയും ആ പേഴ്സണും തമ്മിൽ റിലേറ്റഡ് പേഴ്സൺ ആണ്. ഇനി മെമ്പറിന്റെ റിലേറ്റീവിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോഴും എന്തായി, AOPനെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ റിലേറ്റഡ് പേഴ്സൺ ആണ്. ക്ലിയർ? ഇനി ഇതന്നെ പറയുന്നത് HUFന്റെ കേസിലാണെന്നുണ്ടെങ്കിലും HUFന്റെ കേസിലൊക്കെ HUFിലെ ഫാമിലി മെമ്പർ റിലേറ്റഡ് പേഴ്സൺ ആണ്. അതേപോലെ റിലേറ്റീവ് ഓഫ് സച്ച് പേഴ്സൺ എന്ന് വെച്ചാൽ ആ ഫാമിലി മെമ്പറിലുള്ള എൻ്റെ റിലേറ്റീവും എന്താണ്, റിലേറ്റഡ് പേഴ്സൺ ആണ്. ഇനി എ പേഴ്സൺ ഇൻ ഹൂസ് ബിസിനസ് ഓർ പ്രൊഫഷൻ ദ HUF ഓർ എനി ഓഫ് ഇറ്റ്സ് മെമ്പർ ഓർ റിലേറ്റീവ് ഓഫ് സച്ച് മെമ്പർ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, HUFന് ഏതെങ്കിലും പേഴ്സണിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ HUFിലെ മെമ്പറിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ മെമ്പറിന്റെ റിലേറ്റീവിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സണിൽ ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ HUFും ആ പേഴ്സണും തമ്മിൽ റിലേറ്റഡ് പേഴ്സൺ ആണ്. ക്ലിയർ? ഇനി പറയുന്നത് എനി അസസി. അപ്പോൾ എനി അസസിയുടെ കേസിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, an individual who has substantial interest in the business or profession of the assessee or relative of such person. ഇപ്പം എന്താ പോയിന്റ് പറയുന്നത്,
ഒരു ഇൻഡിവിജ്വലിന് ഒരു അസസ്സിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇൻഡിവിജ്വലിന് ഒരു അസസ്സിയിൽ എന്തുണ്ട്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ അസസ്സി ആരാവാം. ഓക്കെ, അപ്പോൾ അത് ഫേം ആവാം, HUF ആവാം, കമ്പനി ആവാം, ആരാവാം. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് അസസ്സിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചില 20% വോട്ടിംഗ് പവറോ അല്ലെങ്കിൽ 20% പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്തായി, ഈ ഇൻഡിവിജ്വൽ ഈ അസസ്സിനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റഡ് പേഴ്സൺ ആണ്. ഇനി ഈ ഇൻഡിവിജ്വലിന്റെ റിലേറ്റീവിനും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് അങ്ങനെയാണ്. സോറി, ഇപ്പം ഇൻഡിവിജ്വലിന്റെ റിലേറ്റീവ്സും എന്തായി മാറി, റിലേറ്റഡ് പേഴ്സൺ ആയി മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇൻഡിവിജ്വലിന് ഒരു അസസ്സിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വലും ഇൻഡിവിജ്വലിന്റെ റിലേറ്റീവും ഇവർ രണ്ടുപേരും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റിലേറ്റഡ് പേഴ്സൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് കേസ്, എ കമ്പനി വിച്ച് ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദി ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദി അസസ്സി ഓർ ദി ഡയറക്ടർ ഓഫ് സച്ച് കമ്പനി ഓർ റിലേറ്റീവ് ഓഫ് സച്ച് ഡയറക്ടർ. ഒരു കമ്പനിക്ക് ഒരു അസസ്സിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ കമ്പനിയും അതുപോലെ കമ്പനിയുടെ ഡയറക്ടറും ഡയറക്ടറുടെ റിലേറ്റീവും ഈ അസസ്സിയെ സംബന്ധിച്ചിടത്തോളം എന്തായി മാറി, റിലേറ്റഡ് പേഴ്സൺ ആയി മാറി. നെക്സ്റ്റ് പറയുന്നത് HUF, firm, AOP, etc. which have substantial interest in the business or profession of the assessee or the partners or members of such firm, HUF, AOP or relative of such partner or member. ഓക്കെ, അപ്പോൾ ഒരു ഫേമിനോ HUFനോ AOPക്കോ ഒരു അസസ്സിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഒരു 20% വോട്ടിംഗ് പവറോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒക്കെ ഉള്ള ഒരു അസസ്സി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അസോസിയെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ എന്താണ്, റിലേറ്റഡ് പേഴ്സൺ ആണ്. ഇനി ഈ ഫേമിലെ പാർട്ണേഴ്സ്, അതേപോലെ HUFലും AOPലും ഒക്കെ ആണെങ്കിൽ മെമ്പേഴ്സ്. ഇനി ഈ പാർട്ണേഴ്സിന്റെ റിലേറ്റീവും മെമ്പേഴ്സിന്റെ റിലേറ്റീവും ഈ അസസ്സിനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റഡ് പേഴ്സൺ ആണ്. ക്ലിയർ? നെക്സ്റ്റ് പറയുന്നത്, എ കമ്പനി വൺ ഓഫ് ഹൂസ് ഡയറക്ടർ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദി ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഓഫ് ദി അസോസി ഓർ ഡയറക്ടർ ഓഫ് സച്ച് കമ്പനി ഓർ റിലേറ്റീവ് ഓഫ് സച്ച് ഡയറക്ടർ. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, അപ്പോൾ ഈ 2 പോയിന്റ് നമുക്ക് ഒരുമിച്ച് പറയാം. ഇവിടെ പറഞ്ഞത് ഫേമിന്റെ കേസും ഇവിടെ പറഞ്ഞ ഈ കമ്പനിയുടെ കേസുമാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് എന്താ പറഞ്ഞത് നോക്കാം. ഈ പറഞ്ഞത് ഒരു കമ്പനി, ആ കമ്പനിയിലെ ഡയറക്ടർ ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പനിയിലെ ഡയറക്ടറാണ് മിസ്റ്റർ എ. മിസ്റ്റർ എക്ക് അസസ്സിയിൽ എന്തുണ്ട്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. മിസ്റ്റർ എക്ക് ഒരു അസസ്സിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മിസ്റ്റർ എ എന്താണ്, ഒരു ഡയറക്ടറാണ്, ഒരു കമ്പനിയിലെ ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ കമ്പനിയും കമ്പനിയിലെ എല്ലാ ഡയറക്ടറും, ഓൾ ഡയറക്ടറും അതേപോലെ എല്ലാ ഡയറക്ടേഴ്സിന്റെ റിലേറ്റീവ്സും ഈ അസസ്സിയെ സംബന്ധിച്ചിടത്തോളം റിലേറ്റഡ് പേഴ്സൺ ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ഈ കമ്പനിയുടെ അവിടെ എന്ത് വരും, HUF ഓർ ഫേം, AOP. ഓക്കെ, ഡയറക്ടറിന് പകരം ഇവിടെ മെമ്പർ വരും. ഓക്കെ, ഓർ പാർട്ണർ വരും. ഓക്കെ, അപ്പോൾ ഈ മെമ്പറോ അല്ലെങ്കിൽ പാർട്ണറിനോ ഈ ഒരു അസസ്സിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഫേമും HUFും AOPയും ആരായിക്കോട്ടെ, അവർ ആ HUFും ഫേമും AOPയും പിന്നെ അതിലത്തെ മെമ്പർ ഓർ പാർട്ണേഴ്സും അവരുടെ റിലേറ്റീവും എല്ലാം ഈ അസസ്സിയെ സംബന്ധിച്ചിടത്തോളം റിലേറ്റഡ് പേഴ്സൺ ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ എന്താണ് റിലേറ്റഡ് പേഴ്സൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ എങ്ങനെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു റിലേറ്റഡ് പേഴ്സണും അതേപോലെ എക്സസീവ് ഓർ അൺറീസണബിളും, ഈ രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്താണ് റിലേറ്റഡ് പേഴ്സൺ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് എക്സസീവ് ഓർ അൺറീസണബിൾ. അപ്പോൾ എന്താണ് ഈ എക്സസീവ് അൺറീസണബിൾ എന്നുള്ളതാണ്. വെദർ എനി എക്സ്പെൻഡിച്ചർ ഈസ് ഇൻ എക്സസ് ഓർ അൺറീസണബിൾ ഈസ് ടു ബി ഡിസൈഡഡ് ആഫ്റ്റർ കൺസിഡറിംഗ് ദി ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ഫെസിലിറ്റി ഫോർ ദി which payment is made or the legitimate need of the business or profession of the assessee or the benefit arising to the assessee therefrom. Okay, അപ്പോൾ ഈ എക്സസീവ് ഓർ അൺറീസണബിൾ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
ഫെയർ മാർക്കറ്റ് വാല്യൂൻ്റെ മുകളിലേക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്. ഇപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞെങ്കിൽ 1000 ആണ്, പക്ഷേ പേയ്മെൻറ്റ് നടത്തിയത് 1500 ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സസ് എമൗണ്ട് ആണ്. എത്രയാണ് എക്സസ് എമൗണ്ട് വന്നുള്ളത്? 500 ആണ് എക്സസ് എമൗണ്ട്. അപ്പോൾ അതെന്താവും, ഡിസലൗഡ് ആകും. ഓക്കെ. ഇനി ലെജിറ്റിമേറ്റ് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ നീഡ് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഓക്കെ. അപ്പോൾ അത് കമ്പൽസറി ആയിട്ട് അത് നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് ഒരു പർട്ടിക്കുലർ നീഡ് ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അത് റിലേറ്റീവിനാണ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചെക്ക് ചെയ്യും, അസസിങ് ഓഫീസർ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് കമ്പനിയുടെ ഒരു അംബാസിഡർ, ഓക്കെ, അംബാസിഡറിനെ ഏൽപ്പിക്കും. ഇപ്പോൾ ദുൽഖർ സൽമാനെയാണ് എന്ത് ചെയ്യുക, അംബാസിഡറായിട്ട് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ ടേൺ ഓവർ കൂട്ടാൻ എന്തുണ്ട്, ഒരു അംബാസിഡർ വേണം. ഓക്കെ. അപ്പോൾ ഇത് ഈ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പേയ്മെൻറ്റ് നടത്തണമെങ്കിൽ, അപ്പോൾ ഇത് റിലേറ്റീവ് അല്ല എങ്കിൽ, റിലേറ്റഡ് പേഴ്സൺ അല്ല എങ്കിൽ അതെന്താണ്, അലൗഡ് ആണ്. ഇനി ഈ കമ്പനിയുടെ റിലേറ്റഡ് പേഴ്സൺ ആണ് ദുൽഖർ സൽമാൻ എങ്കിൽ അത് ആ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് എക്സസ് ആണോ അല്ലെങ്കിൽ അൺറീസണബിൾ ആണോ എന്നുള്ളത് അസസിങ് ഓഫീസറിന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എക്സസ് ആയിട്ടില്ലെങ്കിൽ അൺറീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് അത് എന്താകും, ഡിസലൗഡ് ആകും. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞത് ബെനിഫിറ്റ് അറൈസിങ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുക, ഇപ്പോൾ ഈ ആ അംബാസിഡറിനെ വെക്കുന്നത് ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ബെനിഫിറ്റ് അറൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ അതും കൂടി നോക്കിയിട്ടാണ് അത് അസസിങ് ഓഫീസർ വിലയിരുത്തും. എന്നിട്ടാണ് അത് എന്ത് ചെയ്യുക, അതിന് അൺറീസണബിൾ ആണോ എന്നുള്ളത് നോക്കാം. അങ്ങനെ അൺറീസണബിൾ ആണെന്നുണ്ടെങ്കിൽ അൺറീസണബിൾ എമൗണ്ട് എന്താകും, ഡിസലൗഡ് ആകും. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് കൊടുക്കുന്ന ഈ എമൗണ്ട് ആണ് എന്താവുക, ഡിസലൗഡ് ആകുക. ഓക്കെ. ഇതൊക്കെ ഈ പേയ്മെൻറ്റ് നടത്തുന്ന ആർക്കാണെന്നുണ്ടെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ. നോട്ട് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ എക്സ്പെൻഡിച്ചറും നമുക്ക് അലൗഡ് ആണ്. റിലേറ്റഡ് പേഴ്സൺ ആണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിലാണ് ഈ ഡിസലൗഡിൻ്റെ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 40A സബ്സെക്ഷൻ 3, കോൺസിക്വൻസ് ഓഫ് പേയ്മെൻറ്റ് എക്സീഡിംഗ് ഓഫ് ₹10,000 അതർവൈസ് ദാൻ ബൈ അക്കൗണ്ട് പേയി ചെക്ക് ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. അപ്പോൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുമ്പോൾ 10,000 മുകളിലേക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ അതിൻ്റെ കോൺസിക്വൻസ് എങ്ങനെയാണ്? ഓക്കെ. അപ്പോൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ 10,000 എന്തിൽ, ക്യാഷിൽ പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതർ ദാൻ അക്കൗണ്ട് പേയി ചെക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊന്നും അല്ലാതെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക, ക്യാഷാണ് വരിക. അപ്പോൾ ക്യാഷിൽ പേയ്മെൻറ്റ് നടത്തുകയാണെന്നെങ്കിൽ 10,000 കൂടുതൽ ക്യാഷിൽ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളതാണ് സെക്ഷൻ 40A സബ്സെക്ഷൻ 3 പറയുന്നത്. Applicability. Any expenditure in respect of which payment has been made in excess of ₹10,000 in a day otherwise than by an account payee check or account payee bank draft or use of electronic clearing system through a bank account or through other prescribed electronic modes. Okay. അപ്പോൾ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ പേയ്മെൻറ്റ് 10,000 മുകളിൽ നടത്തുന്നത് ഒരു ദിവസം ഒരു വ്യക്തിക്ക് 10,000 മുകളിൽ പേയ്മെൻറ്റ് നടത്തുന്നത് ക്യാഷിലാണെന്നുണ്ടെങ്കിൽ അതെന്താകും, അവിടെ ഡിസലൗഡിൻ്റെ കേസ് വരും. ഓക്കെ. സെക്ഷൻ 40A സബ്സെക്ഷൻ 3 അവിടെ എന്ത് ചെയ്യും, വരും. അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേയ്മെൻറ്റ് നടത്തി ആ 100% എമൗണ്ട് ഡിസലൗഡാണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഒരു റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്, ഡിഡക്ഷൻ കിട്ടും. ഓക്കെ. 10,000 രൂപയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്. പേയ്മെൻറ്റ് നടത്താനുള്ള എത്രയാണ്, 15,000 രൂപയാണ്, 15,000. അപ്പോൾ ഈ 15,000 ഒരു ദിവസം 50,000 ക്യാഷിൽ എത്ര പേയ്മെൻറ്റ് നടത്തി, 15,000 രൂപ ക്യാഷിൽ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഈ 15,000 ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഡിസലൗഡ് ആണ്. ക്ലിയർ? ഇനി 50,000 2 ദിവസമായിട്ട് പേ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡേ 10,000 സെക്കൻഡ് ഡേ 5,000 എന്ത് ചെയ്യുക, പേ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ഒരു ദിവസം 10,000 കൂടുതൽ പേ ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തിക്ക് ഒരു ദിവസം അഗ്രിഗേറ്റ് 10,000 മുകളിലേക്ക് പേയ്മെൻറ്റ് നടത്താൻ പാടില്ല എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% എമൗണ്ട് എന്താണ്, ഡിസലൗഡ് ആണ്. ഇനി എക്സെപ്ഷൻ ഉണ്ട്. അവിടെ ഈ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയൊക്കെ ആണെങ്കിൽ, അപ്പോൾ ഈ ഗുഡ്സ് ക്യാരി ചെയ്യുന്നതും അതേപോലെ ലീസിങ്ങും ഗുഡ്സ് ക്യാരേജുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസസി ആണെന്നുണ്ടെങ്കിൽ അവിടെ 35,000 വരെ, 10,000 പകരം 35,000 വരെ എന്താണ് അവർക്ക് ഈ ക്യാഷിൽ പേയ്മെൻറ്റ് നടത്താം. 35,000 മുകളിലാണെന്നുണ്ടെങ്കിലാണ് അത് ഡിസലൗഡ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതർ പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്, എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുന്നത് ആർക്കാണ്, ഒരു വ്യക്തിക്കാണ്. എത്ര, 10,000 മുകളിലാണ്, എന്തിലൊഴികെ, അത് ക്യാഷിലാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ. ഓക്കെ, അതർ ദാൻ അക്കൗണ്ട് പേയ് ചെക്ക്, അക്കൗണ്ട് പേയ് ബാങ്ക് ഡ്രാഫ്റ്റ് ഓർ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം ത്രൂ എ ബാങ്ക് അക്കൗണ്ട് ത്രൂ അതർ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡ്സ്, നെഫ്റ്റ്, RTGS അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതിലൂടെ അല്ലാതെ ക്യാഷിൽ പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, എക്സസ് ഓഫ് 10,000 ക്യാഷിൽ പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും, ഡിസലൗഡ് ആവും. അപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ദിവസം ഒരു വ്യക്തിക്ക്, അവിടെയാണ് ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, ഒരു ദിവസം ഒരു വ്യക്തിക്കാണ്. അപ്പോൾ ഇനി 20,000 രൂപ കൊടുക്കാണ്ട്, അപ്പോൾ ഒരു ദിവസം 10,000, നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യാം, 10,000 വെച്ചിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോഴെന്താ, അലൗഡ് ആകും. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അതർ പോയിന്റ് നോക്കാം. വേർ അലവൻസ് ഹാസ് ബീൻ മെയ്ഡ് ഇൻ ദി അസസ്മെന്റ് ഫോർ എനി ഇയർ ഇൻ റെസ്പെക്ട് ഓഫ് എനി ലാബിലിറ്റി ഇൻകേർഡ് ബൈ ദി അസസി ഫോർ എനി എക്സ്പെൻഡിച്ചർ ആൻഡ് subsequently during any previous year the assessee make any payment in violation of this provision, then the payment so made shall be deemed to be profit and gain of business of profession such subsequent year. അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇതിപ്പോൾ 18-19 പ്രീവിയസ് ഇയറിൽ ഒരു എക്സ്പെൻസ് വന്നിട്ടുള്ളത് 15,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല, നോട്ട് പെയ്ഡ്. അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇയറിൽ എന്ത് ചെയ്യാണ്, അലൗഡ് ഡിഡക്ഷൻ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അത് എന്ത് ചെയ്തു, ഡിഡക്റ്റ് ചെയ്തു. ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ്, ടാക്സബിൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിഡക്ഷൻ കിട്ടി. ഇനി 1920 ആ എമൗണ്ട് 15,000 അല്ലേ എമൗണ്ട് കൊടുക്കാനുള്ളത്. അപ്പം 15,000 എത്ര അടച്ചു, എന്തിലാണ് അടച്ചിട്ടുള്ളത്, ക്യാഷിലാണ് പേയ്മെൻറ്റ് നടത്തിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 1920 എന്ന ഈ പ്രീവിയസ് ഇയറിൽ അത് PGBPൻ്റെ അണ്ടറിൽ എന്തായിട്ട് മാറും, ഇൻകമായിട്ട് അതിനെ പരിഗണിക്കും. അപ്പോൾ 15,000 1920 പ്രീവിയസ് ഇയർ 1920 അത് ബിസിനസ് ഇൻകമായിട്ട് അതിനെ പരിഗണിക്കും. ക്ലിയർ? ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, if an assessee make payment in a single bill exceeding 10,000 or 35,000 on different day to the same person in cash, provision for section 43 is not attracted. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു സിംഗിൾ പേഴ്സണ് ഡിഫറെൻറ്റ് ഡേയിൽ 10,000 മുകളിലേക്ക് പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അഗ്രിഗേറ്റ് 10,000 മുകളിലേക്ക് പേയ്മെൻറ്റ് നടത്തിയ പ്രശ്നമില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 ഇപ്പോൾ ഒരു 25,000 കൊടുക്കാണ്ട്, അപ്പോൾ ഫസ്റ്റത്തെ ദിവസം 10,000 കൊടുത്തു, രണ്ടാമത്തെ ദിവസം വീണ്ടും 10,000 കൊടുത്തു, അപ്പോൾ 20,000 ആയി. മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തു, 5,000 കൊടുത്തു. അങ്ങനെ ഒരു സിംഗിൾ ബില്ലിലെ എമൗണ്ട് 25,000 ആണ്. പക്ഷെ അത് ഡിഫറെൻറ്റ് ഡേയിൽ ഒരു വ്യക്തിക്ക് പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അത് അലൗഡ് ആണ്. അപ്പോൾ സെക്ഷൻ 40A3 എന്ത് ചെയ്യില്ല, അത് അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്, വെർ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓവർ 10,000 at a time partly by account pay check or partly in cash, but the payment cash allowance at one time does not exceed 10,000 or 35,000. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ഒരു 30,000 രൂപ പേ ചെയ്യാണ്ട്, അപ്പോൾ അതിൽ 22,000 രൂപ എന്ത് ചെയ്തു, 20,000 എന്ത് ചെയ്തു, ചെക്കായിട്ട് കൊടുത്തു. ബാക്കി 10,000 ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അലൗഡാണ്. കാരണം ഈ ക്യാഷ് കൊടുക്കുന്നത് 10,000 മുകളിലേക്ക് പോകുന്നില്ല. ഓക്കെ,
ദ ലാസ്റ്റ് provision of section 40A subsection 3 is attracted only when such expenditure is claimed as a deduction under section 30 to 37. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഓൾറെഡി ഡിഡക്റ്റ് ചെയ്തതിനാണ് അലോ ചെയ്യുള്ളൂ. എക്സ്പെൻഡിച്ചർ ഓൾറെഡി ഡിഡക്ഷൻ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ 10,000 മുകളിൽ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയാലാണ് അത് ഡിസലൗഡ് ആവുകയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ എക്സ്പെൻസ് എന്താണ്, അത് എക്സംപ്റ്റഡ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്തില്ല, ഓൾറെഡി ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അത് എന്ത് ചെയ്യില്ല, ഇവിടെ 10,000 മുകളിലേക്ക് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലും അത് ആഡ് ബാക്ക് ചെയ്യില്ല. കാരണം സെക്ഷൻ 30 സബ്സെക്ഷൻ 37 ഉള്ളിൽ ഈ സെക്ഷനിൽ എന്താണ് അത് ക്ലെയിം ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഡിഡക്ഷൻ അലോ ചെയ്യാത്തൊരു എക്സ്പെൻഡിച്ചറാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതിന് ഈ സെക്ഷൻ 30 സബ്സെക്ഷൻ 30 to 37 വരെ എന്ത് ചെയ്തിട്ടില്ല, അതിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു പേയ്മെൻറ്റ്, ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പേയ്മെൻറ്റ് നടത്തുന്നത് 10,000 മുകളിലാണ്, ക്യാഷിലാണ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതെന്താവില്ല, അത് ഈ സെക്ഷൻ 40A സബ്സെക്ഷൻ 3 അതിന് അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക? സെക്ഷൻ 30 സബ്സെക്ഷൻ 37 വരെ, സെക്ഷൻ 32 സബ്സെക്ഷൻ 30 വരെയുള്ള ഡിഡക്ഷനിൽ അത് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ സെക്ഷൻ 40A സബ്സെക്ഷൻ 3 അപ്ലിക്കബിൾ ആവുള്ളൂ. ക്ലിയർ? ഇനി ഇവിടെ കുറച്ച് എക്സംഷൻ പറയുന്നുണ്ട്. എക്സംഷൻ എന്താണെന്ന് നോക്കാം. അണ്ടർ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് ആസ് പെർ പ്രിസ്ക്രൈബ്ഡ് റൂൾ 6D, ഓക്കെ, റൂൾ 6D, പ്രൊവിഷൻ of section 40A subsection 3 is not attracted even the payment excess of rupees 10,000 or 35,000. അപ്പോൾ 10,000 മുകളിലേക്കോ അല്ലെങ്കിൽ 35,000 മുകളിലേക്കോ ക്യാഷിൽ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അലൗഡ് ആണ് എന്ന് വെച്ചാൽ എന്തല്ല, ഡിസലൗഡ് അല്ല, അത് നമുക്ക് എന്ത് ചെയ്യാം, അത് പെർമിഷബിൾ ആണ്, അതിന് നമുക്ക് ഡിഡക്ഷൻസ് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അതിന് ഈ സെക്ഷൻ 40A സബ്സെക്ഷൻ 3 എന്ത് ചെയ്യില്ല, അപ്ലിക്കബിൾ ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ പോയിന്റ് എന്നുള്ളത് നോക്കാം. ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു RBI. ഇപ്പോൾ ഒരു വ്യക്തി RBIക്ക് പേയ്മെൻറ്റ് നടത്തുകയാണ്, അതിൽ ഏതെങ്കിലും ബാങ്കിങ് കമ്പനിക്കോ അല്ലെങ്കിൽ SBIക്കോ, സബ്സിഡറി ബാങ്കിനോ, കോപ്പറേറ്റീവ് ബാങ്ക്, ലാൻഡ് മോർഗേജ് ബാങ്ക്, എനി പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഓർ എനി ക്രെഡിറ്റ് സൊസൈറ്റി LIC ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവർക്കൊക്കെ 10,000 മുകളിൽ ക്യാഷിൽ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പ്രശ്നമില്ല, എന്താണ്, അലൗഡാണ്. ഓക്കെ, ഇനി ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു ദി ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലും അതും അലൗഡാണ്. സെക്ഷൻ 40A സബ്സെക്ഷൻ 3 അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ ടാക്സ് ഒക്കെ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 മുകളിൽ എന്ത് ചെയ്യാം, അത് പേയ്മെൻറ്റ് ചെയ്യാം, നോ പ്രോബ്സ്, അവിടെ ഒരു കോൺസിക്വൻസും വരുന്നില്ല. നെക്സ്റ്റ്, വേർ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ എനി LOC അഗ്രിമെൻറ്റ് ത്രൂ എ ബാങ്ക്, മെയിൽ ഓർ ടെലഗ്രാഫിക് ട്രാൻസ്ഫർ ത്രൂ എ ബാങ്ക്, എ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രം എനി ബാങ്ക് അക്കൗണ്ട്, any account in a bank to any other account that or any other bank, bill of exchange made payable only to the bank. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. ഓക്കെ, ഇപ്പോൾ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അറേഞ്ച്മെൻറ്റ് ബാങ്ക് വഴിയാണ്, അത് പേയ്മെൻറ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതേപോലെ ഈ എക്സ്പോർട്ടിൻ്റെ ഇമ്പോർട്ടിൻ്റെ ഒക്കെ കേസിൽ ടെലഗ്രാഫിക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ബാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, അലൗഡാണ്. സെക്ഷൻ 40A സബ്സെക്ഷൻ 3 അപ്ലിക്കബിൾ ആവില്ല. നെക്സ്റ്റ് പറഞ്ഞത്, വെർ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ വേ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ amount of any liability incurred by the payee for any goods supplied or service rendered by the assessee to such payee, that is book adjustment. ഓക്കെ, അപ്പോൾ ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ എ 15,000 രൂപ മിസ്റ്റർ ബി കൊടുക്കാണ്ട്, മിസ്റ്റർ ബി 20,000 രൂപ മിസ്റ്റർ എ കൊടുക്കാണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കൊടുക്കുന്നത്, 5,000 മാത്രമേ പേയ്മെൻറ്റ് നടത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 15,000 ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അതെന്താണ്, അലൗഡാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വേർ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഫോർ ദി പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ റിലേറ്റഡ് പ്രൊഡ്യൂസ്. അഗ്രികൾച്ചർ റിലേറ്റഡ് പ്രൊഡ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമേഴ്സിന് ക്യാഷ് കൊടുക്കും. ആ ഫാമേഴ്സിന് ക്യാഷ് കൊടുക്കുന്നത് 10,000 മുകളിലേക്കാണെന്നുണ്ടെങ്കിലും അവിടെ എന്തില്ല, പ്രശ്നമില്ല. അവിടെ സെക്ഷൻ 40A3
40A സബ്സെക്ഷൻ 3 അപ്ലിക്കബിൾ ആവില്ല. ഇനി വേർ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് പർച്ചേസ് ഓഫ് ദി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ഓർ പ്രോസസ്ഡ് വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ ഇൻ എ കോട്ടേജ് ഇൻഡസ്ട്രി ഓർ പ്രൊഡ്യൂസർ ഓഫ് സച്ച് പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ഉണ്ട്, ആ കോട്ടേജ് ഇൻഡസ്ട്രിയിൽ പവറൊന്നുമില്ല, വളരെ പാവപ്പെട്ട ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കോട്ടേജ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതുള്ളത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോസസ്സിന് വേണ്ടിയിട്ടൊക്കെ ആ കോട്ടേജ് ഇൻഡസ്ട്രിക്ക് പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും നടത്താം. 10,000 മുകളിലാണെന്നുണ്ടെങ്കിലും ക്യാഷിൽ പേയ്മെൻറ്റ് നടത്താം, അലൗഡ് ആണ്. നെക്സ്റ്റ് പറഞ്ഞത് വെദർ ദ പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ എ വില്ലേജ് ഓർ ടൗൺ ദർ ഇസ് നോ ബാങ്ക്. ഒരു ബാങ്കും ഇല്ലാത്ത ഒരു വില്ലേജോ ടൗണോ ഒക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ക്യാഷിൽ പേയ്മെൻറ്റ് നടത്താം. 10,000 മുകളിലേക്കും ആയാലും നോ പ്രോബ്സ്. നെക്സ്റ്റ് വൺ, വേർ എനി പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു ആൻ എംപ്ലോയി ഇൻ കണക്ഷൻ വിത്ത് ദി റിട്ടയർമെൻറ്റ് ഓർ റിട്രഞ്ച്മെൻറ്റ്, റെസിഗ്നേഷൻ ഓർ ഡിസ്ചാർജ് ഓർ ഡെത്ത് ഓഫ് സച്ച് എംപ്ലോയി ഓൺ അക്കൗണ്ട് ഫോർ ദി ഗ്രാറ്റുറ്റി, റിട്രഞ്ച്മെൻറ്റ്, കോമ്പൻസേഷൻ ഓർ സിമിലർ ടെർമിനൽ ബെനിഫിറ്റ്. ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? റിട്ടയർമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ റെസിഗ്നേഷനുമായിട്ടോ ഡിസ്ചാർജുമായിട്ടോ അങ്ങനെയുള്ള സിമിലർ ഒരു ബെനിഫിറ്റായിട്ട്, സിമിലർ ടെർമിനൽ ബെനിഫിറ്റായിട്ട് അഗ്രിഗേറ്റ് എമൗണ്ട് 50,000 കുറവിലാണ് ആ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അപ് ടു 50,000 വരെ എന്ത് ചെയ്യാം, ക്യാഷിൽ പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ ചെറിയ എമൗണ്ടാണ്. അപ്പോൾ 50,000 വരെയാണ് ഈ ഒരു ഗ്രാറ്റുറ്റി ഒക്കെ കൊടുക്കുന്നത്. എംപ്ലോയി കൊടുക്കുന്ന ഈ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ക്യാഷ് 50,000 വരെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ക്യാഷിൽ പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, അപ്പോൾ 10,000 മുകളിലേക്കാണെങ്കിലും പ്രശ്നമില്ല, പക്ഷേ 50,000 വരെ എന്ത് ചെയ്യാം, അത് ക്യാഷിൽ പേയ്മെൻറ്റ് നടത്താം എന്നാണ് പറയുന്നത്, ചെറിയ എമൗണ്ട് ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് വേർ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ എൻ അസസി ബൈ വേ ഓഫ് സാലറി ടു ഹിസ് എംപ്ലോയർ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഇൻകം ടാക്സ് എന്ന് വെച്ചാൽ TDS. ഓക്കെ, വേർ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ എൻ അസസി. ഒരു അസസി പേയ്മെൻറ്റ് ചെയ്തു, എന്തിന്, സാലറി ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്തു. പക്ഷെ സാലറി കൊടുക്കുമ്പോൾ അവിടെ TDS കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ TDS കട്ട് ചെയ്തിട്ടുള്ള ഒരു സാലറി കൊടുക്കുകയാണ് ആർക്ക്, ടെമ്പററിലി എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടെമ്പററിലി പോസ്റ്റഡ് ഫോർ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 50 days ഓഫ് മോർ ഇൻ എ പ്ലേസ് അതർ ദാൻ ദി നോർമൽ പ്ലേസ് ഓഫ് ഡ്യൂട്ടി ഓർ ഷിപ്പ്. ഇപ്പോൾ നോർമൽ ഡ്യൂട്ടി ചെയ്യുന്ന പ്ലേസിലല്ലാതെ അല്ലെങ്കിൽ ഷിപ്പിലോ. ഓക്കെ, അപ്പോൾ 15 ദിവസത്തിലോ അതിൽ കൂടുതലോ, 15 ദിവസമോ അതിൽ കൂടുതലോ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടെമ്പററി ആയിട്ട് ഒരു ഒരു ജോലിക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഔട്ട്സൈഡ് ബിസിനസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് എത്രയാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നിന്നല്ലാതെ വേറെ സ്ഥലത്തേക്ക് എന്ത് ചെയ്തു, എംപ്ലോയിനെ പറഞ്ഞയച്ചു. അപ്പോൾ ആ പറഞ്ഞയക്കുമ്പോൾ എംപ്ലോയിക്ക് എന്ത് ചെയ്ത്, സാലറി കൊടുത്തു. അപ്പോൾ സാലറി കൊടുക്കുന്നത് TDS കട്ട് ചെയ്തിട്ടാണ്. പക്ഷേ അത് എന്താണ് 10,000 മുകളിലാണെന്നുണ്ടെങ്കിലും അവിടെ പ്രശ്നമില്ല. ഇനി അവിടെ ഡസ് നോട്ട് മെയിൻറ്റെയിൻ എനി അക്കൗണ്ട് ഇൻ എനി ബാങ്ക് അറ്റ് സച്ച് പ്ലേസ്. അപ്പം ആ എംപ്ലോയിക്ക് ആ പ്ലേസിൽ എന്താ പറയുക, ഒരു അക്കൗണ്ടും എന്തുണ്ടാവാൻ പാടില്ല, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ എംപ്ലോയിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ 15 ദിവസത്തിനേക്കാൾ കൂടുതലായിട്ടാണ് പറഞ്ഞയക്കുന്നതെങ്കിൽ അവിടെ എംപ്ലോയിക്ക് അവിടെ സാലറി കൊടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും സാലറി പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ TDS കട്ട് ചെയ്തിട്ടാണ് സാലറി പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ 10,000 മുകളിലാണെന്നുണ്ടെങ്കിലും ക്യാഷിലാണ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിലും അവിടെ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് where the payment was required to be made on a day on which the bank was closed, either the account of holiday or strike. അപ്പോൾ ഒരു പേയ്മെൻറ്റ് നടത്തുന്നത് കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യാണ്, അപ്പോൾ ചിലപ്പോൾ ഹോളിഡേ കൊണ്ടോ അല്ലെങ്കിൽ ചില സ്ട്രൈക്കോ, ബാങ്കിൻ്റെ ഒക്കെ ചിലപ്പോൾ സ്ട്രൈക്ക് കാരണം എന്ത് ചെയ്തു, ബാങ്ക് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ 10,000 മുകളിലേക്ക് ക്യാഷിൽ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അലൗഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് where the payment is made by any person to his agent who is required to make payment in cash for goods or service on behalf of such person. ഇപ്പോൾ ഒരു പേഴ്സണ് പേയ്മെൻറ്റ് നടത്തണം, ആർക്ക്, ഏജൻറ്റിന് പേയ്മെൻറ്റ് നടത്തണം. അത് കമ്പൽസറി ആണ്, ആവശ്യമായതുകൊണ്ടാണ് അങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്നത് എങ്കിലും അതും എന്താണ്, അലൗഡ് ആണ്. നെക്സ്റ്റ് ദ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് where the payment is made
by an authorized dealer or money changer against purchase of foreign exchange or traveler check in the normal course of business. അപ്പോൾ ഒരു ഓതറൈസ്ഡ് ഡീലർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മണി ചേഞ്ചർ ഉണ്ട്. അവരുടെ മെയിൻ ബിസിനസ് എന്നുള്ളത് എന്താണ്? ഈ മണി ചേഞ്ചറും എന്താ പറയുക ഫോറിൻ എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, വാങ്ങുക വിൽക്കുക എന്നുള്ളതാണ്, ഫോറിൻ കറൻസി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫോറിൻ കറൻസി വാങ്ങുമ്പോൾ അവർക്ക് ക്യാഷിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന് പകരമായിട്ട് അവരെ ഇപ്പോൾ ഡോളർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ആ ക്യാഷ് കൊടുക്കുന്നത് 10,000 മുകളിൽ ക്യാഷിലാണ് കൊടുക്കുന്നതെങ്കിലും അവിടെ എന്താണ് സെക്ഷൻ 40A സബ്സെക്ഷൻ 3 അപ്ലിക്കബിൾ ആവില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ കേസ്. ഓക്കെ, സെക്ഷൻ എക്സംഷൻ കേസ് റൂൾ 6TT ചിലപ്പോൾ ചോദിക്കാനുള്ളൊരു ചാൻസ് ഉള്ളൊരു ഏരിയയാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 40A സബ്സെക്ഷൻ 7 പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുറ്റി. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുറ്റിയിൽ എന്താ പറയുന്നത്? നോ ഡിഡക്ഷൻ ഷാൾ ബി അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി പേഴ്സൺ മെയ്ഡ് ബൈ ദി അസസി ഫോർ ദി പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുറ്റി ഹിസ് എംപ്ലോയി. എംപ്ലോയിൻ്റെ ഗ്രാറ്റുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ എക്സെപ്ഷൻ ഉണ്ട്. എനി പ്രൊവിഷൻ മെയ്ഡ് ബൈ ദി അസസി ഫോർ ദി പർപ്പസ് ഓഫ് പേയ്മെന്റ് ഓഫ് സം വേ ഓഫ് കോൺട്രിബ്യൂഷൻ ടുവാർഡ് അപ്രൂവ്ഡ് ഗ്രാറ്റുറ്റി ഫണ്ടിലേക്ക്. അപ്രൂവ്ഡ് ഗ്രാറ്റുറ്റി ഫണ്ടിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് അലൗഡ് ആണ്. അപ്പോൾ അപ്രൂവ്ഡ് ഗ്രാറ്റുറ്റി ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡിഡക്ഷൻ കിട്ടും. അൺഅപ്രൂവ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻസ് കിട്ടില്ല, അത് ഡിസ്അലൗഡ് ആണ്. ഓക്കെ, അവിടെ പറയുന്നതുണ്ട് ഈ അപ്രൂവ്ഡ് ഗ്രാറ്റുറ്റി ഫണ്ട് അതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് അലൗഡ് ആണ്. പിന്നെ ഫോർ ദി പർപ്പസ് ഓഫ് പേയ്മെന്റ് ഓഫ് എനി ഗ്രാറ്റുറ്റി ദാറ്റ് ഹാസ് ബീൻ പേയബിൾ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഷാൾ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഒന്നിരിക്കെ ആ അപ്രൂവ്ഡ് ഗ്രാറ്റുറ്റി ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ എമൗണ്ട് എന്ന് വെച്ചാൽ മാറ്റി വെക്കുന്ന പ്രൊവിഷൻ എമൗണ്ടോ, അല്ലെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ ഗ്രാറ്റുറ്റി പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിരിക്കെ പ്രൊവിഷൻസിനോ അല്ലെങ്കിൽ ഗ്രാറ്റുറ്റിക്കോ കിട്ടുള്ളൂ. അവിടെ പ്രൊവിഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഗ്രാറ്റുറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡബിൾ ഡിഡക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ പ്രൊവിഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് കിട്ടില്ല? പിന്നെ ഗ്രാറ്റുറ്റി പേ ചെയ്യുമ്പോൾ അതിന് ഡിഡക്ഷൻസ് കിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്ഷൻ 40A സബ്സെക്ഷൻ 9 കോൺട്രിബ്യൂഷൻ സർട്ടൻ കോൺട്രിബ്യൂഷൻ ടു നോട്ട് ഡിഡക്റ്റബിൾ. അപ്പോൾ ഏത് കോൺട്രിബ്യൂഷനാണ് ഡിഡക്റ്റബിൾ അല്ല എന്നാണ് പറഞ്ഞത്? കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഈസ് ഡിസ്അലൗഡ്. ഓക്കെ, അതവിടെ ശ്രദ്ധിക്കുക. ഒരു നോട്ടബിൾ പോയിന്റ് ആണ്. കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഈസ് ഡിസ്അലൗഡ്. അപ്പോൾ അത് അലൗഡ് അല്ല, ഡിഡക്ഷൻസ് കിട്ടില്ല. നോ ഡിഡക്ഷൻ ഷാൾ ബി അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി സം പെയ്ഡ് ബൈ അസസി ആസ് എൻ എംപ്ലോയർ ടുവാർഡ് സെറ്റിംഗ് അപ്പ് ഓർ ഫോർമേഷൻ ഓർ ആസ് എ കോൺട്രിബ്യൂഷൻ to any fund or trust company, OPOBO, society or other institution for any purpose. Okay, ഒരു അസസി എംപ്ലോയർ ആണ്. ആ എംപ്ലോയർ ആയിട്ടുള്ള അസസി ഒരു ഫേമിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ പിന്നെ അതേപോലെ കമ്പനീൻ്റെ അണ്ടറിലേക്ക് ഒരു ഫണ്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? സുഖമാണ്. അപ്പോൾ ഒരു ഫേമിന് എന്ത് ചെയ്യുക, ഒരു ഫണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡിഡക്ഷൻ കിട്ടുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക, എക്സ്പെൻഡിച്ചർ അങ്ങനെ കൊടുത്തിട്ട് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഡിഡക്ഷൻ കൂടുതൽ കിട്ടും തോറും പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിഡക്ഷൻസ് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ പേയ്മെൻറ്റ് ചെയ്യുന്നത്, കോൺട്രിബ്യൂഷനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത്, കോൺട്രിബ്യൂഷൻ ടുവാർഡ് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അപ്രൂവ്ഡ് ഗ്രാറ്റുറ്റി ഫണ്ട്, NPS ആസ് പെർ ദി റിക്വയർമെന്റ് അണ്ടർ എനി ലോ സച്ച് സം ഈസ് അലൗഡ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അലൗഡ് ആണ്. അല്ലാത്ത ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലൊന്നും അതെന്തില്ല, അലൗഡ് അല്ല. അതേപോലെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിലും ആ കോൺട്രിബ്യൂഷന് ഡിസ്അലൗഡ് ആണ് അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേം എന്ത് ചെയ്തു, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, ആ ട്രസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിഡക്ഷൻസ് കിട്ടില്ല, അത് ഡിസ്അലൗഡ് ആണ്.
ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സെക്ഷൻ 40 എ സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ 3 സബ്സെക്ഷൻ 7 ആൻഡ് സബ്സെക്ഷൻ 9. ഓക്കെ, അപ്പോൾ ഇനി ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പിലേക്ക് പോയിട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ അടുത്ത സെക്ഷൻസ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.